അപ്പൊ അമീർ ഖാന്റെ പുതിയ ചിത്രമായിട്ടുള്ള സിത്താര സമീൻ പറഞ്ഞ മൂവി ഞാൻ കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഓവറോൾ പറയാനാണെങ്കിൽ ഒരു ആവറേജ് വാച്ച് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒരു ഫണ്ണാണ്, കുഴപ്പമില്ല. എന്നാൽ കുറച്ച് ഏരിയയിൽ കുറച്ച് വലിപ്പിക്കലൊക്കെ ഉള്ള പോലെ തന്നെ തോന്നി. എന്നാൽ ചില ഭാഗങ്ങളൊക്കെ രസത്തിൽ ആയി വന്നിട്ടുണ്ട്. സോ ഒരു ആവറേജ് വാച്ച് അത്ര എനിക്കിതിൽ അഭിപ്രായമായിട്ട് പറയാനുള്ളൂ ഈ പടത്തിന്റെ ഓവറോൾ പറയാനാണെങ്കിൽ. സോ ഇനി നമുക്ക് ഇതില് ഡയറക്ടർ എന്ന് പറയുന്നത് RS പ്രസന്ന എന്നുള്ള ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ വേറെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഈ പടമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുപോലെ ഇനി ഒരു കാസ്റ്റ് ലിസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അമീർ ഖാന് അതുപോലെ ജനൽ ഡിസൂസൊക്കെയാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അമീർ ഖാൻ ഗുലിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ജൂനിയർ കോച്ച് അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ്ബോൾ കോച്ചായിട്ടാണ് ഇതിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ജനൽ ഡിസൂസ സുനിത എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അമീർ ഖാന്റെ വൈഫായിട്ടാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതില് കഥയിലോട്ട് വരാനാണെങ്കിൽ ഈ അമീർ ഖാന് വളരെ ഷോർട്ടായിട്ടുള്ള ഒരാളാണെന്ന് അറിയാലോ, ഒരു ഹൈറ്റ് പറഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഇതില് ഈ ബാസ്കറ്റ്ബോൾ എന്ന് പറയുമ്പോൾ പൊതുവെ ഹൈറ്റുള്ള ആൾക്കാർക്കുള്ള ഒരു ഏരിയ ആണ് പൊതുവെ. അപ്പൊ ഈ ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇൻസെക്യൂരിറ്റി, അതുപോലെ തന്നെ എല്ലാവരും കളിയാക്കും. അങ്ങനെ കോച്ചാന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ബാസ്കറ്റ്ബോൾ കോച്ചാണോ, അങ്ങനെയാണെങ്കിൽ ഈ ബാസ്കറ്റ്ബോൾ നെറ്റ് തൊടാൻ പറ്റുമോ, ചാടി തൊടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ കളിയാക്കലുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യയിൽ നടക്കുന്ന ഒരു ബാസ്കറ്റ്ബോൾ ലീഗിന്റെ ഒരു ടീമിന്റെ ജൂനിയർ കോച്ചാണ് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളിക്കാരൻ മേലെ ഒരു സീനിയർ കോച്ചും ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ തന്നെ അങ്ങനെ ഒരു വലിയൊരു ബോണ്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഇയാളെ എപ്പോഴും കുള്ളനാന്ന് പറഞ്ഞ് കളിയാക്കുന്ന ടൈപ്പ് ഒരു സീനിയർ കോച്ചാണ് കൂടെ ഉള്ളത്. അങ്ങനെ അയാളായിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഈ ഒരു കുള്ളാന്ന് വിളിച്ചൊരു പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പിരിഞ്ഞു പോകണമെന്നും അതിനുശേഷം അതിന്റെ ദേഷ്യത്തില് വെള്ളടിച്ചിട്ട് ഒരു പോലീസുകാരനെ പോയി തട്ടിയിട്ട് പിന്നീട് ഈ പോലീസ് കേസാവും ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പോയി ഹിറ്റിലൊക്കെ ചെയ്തിട്ട്. അങ്ങനെ ആ ഇത് കോടതിയിൽ വരുന്ന സമയത്ത് പണിഷ്മെന്റ് ആയിട്ട് ഇയാൾക്ക് പിന്നെ ഒരു ക്രൈം റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് ആയിട്ട് ആ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഡൗൺ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈവൻ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഈ ആൾക്കാരെ ബാസ്കറ്റ്ബോൾ കോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇയാൾക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ്. ഒരു 3 മാസത്തിന് അയാൾക്ക് അത് ഒരു കമ്മ്യൂണിറ്റി സർവീസ് പോലെ, പണിഷ്മെന്റ് നല്ല കമ്മ്യൂണിറ്റി സർവീസ് പോലെ ചെയ്യണം എന്നുള്ളതാണ് ഇയാൾക്ക് കൊടുത്തത്. സോ അത് കൊടുക്കുന്നത് പിന്നെ അയാള് അപ്പൊ പൊതുവെ ഇയാളെ ക്യാരക്ടർ എന്താ വെച്ചാൽ ഒരു ഇപ്പൊ ഫാമിലി ലൈഫൊക്കെ ആണെങ്കിൽ തന്നെ ഭാര്യടുത്ത് വിട്ട താമസിക്കുന്നത്, സ്വന്തം വീട്ടിൽ താമസിക്കുന്നത്, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ സിനിമ കാണുമ്പോൾ എന്തുകൊണ്ട് കാരണം എന്നൊക്കെ അതിൽ പറയും. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോ ഈ അവരെ കോച്ച് ചെയ്യുന്നതും പിന്നെ അവരായിട്ടുള്ള ആ ഒരു കോച്ചിങ് അതിലുണ്ടാണ് അവരെ കോമഡി, അവരെ കോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതും പിന്നെ അത് ഇഷ്ടമൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ കോച്ച് ചെയ്യുന്നത് പുള്ളിക്കാരന് ഇഷ്ടാവും. അങ്ങനെ ആസ് യൂഷ്വൽ ടെംപ്ലേറ്റ് അറിയാലോ, ഒരു ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ അടുത്ത നടക്കുന്നത് നമുക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം അടുത്തത് ഞാൻ അവരെ ഇഷ്ടപ്പെടും, അവരോട് ബോണ്ടാവും. പിന്നെ രണ്ടെങ്കിലും ചെറിയൊരു മാറ്റം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കും, അതിന് ചെറിയ വ്യത്യാസം അത്രേ ഉള്ളൂ. ആ ഒരു സംഭവിച്ച് ബാക്കിയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രഡിക്ട് ചെയ്യാവുന്നതായിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഇതിൽ കൂടുതൽ പോകുന്നത്. ഫണ്ണാണ്, കുറെ ചിരിക്കാനുള്ള ഏരിയസ് ഉണ്ട്. ഈ ഒരു മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ രസമുണ്ടായിരുന്നു. ഇയാൾ ഇത് കിടന്ന് അടങ്ങാറായിട്ട് വരെ കോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതൊക്കെ രസമുണ്ടായിരുന്നു. എന്നാൽ ചില സീനുകൾ കുറെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത പോലെ ഒരു ഫീൽ വന്നിരുന്നു. ഒരു എൻഡിങ് ഒക്കെ സമയത്ത് കുറെ നേരം ഇതൊക്കെ എന്തിനും ഇത്രയും വലിച്ചു കാണിക്കുന്നത് തോന്നിക്കുന്ന രീതിക്ക് എൻഡിങ് സീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്, ഒരു ആവറേജ് പടമാണ്. നിങ്ങൾക്ക് കാണുന്നതിന് പോയി കണ്ടു നോക്കാം. അങ്ങനെ ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമയൊന്നുമല്ല, ഒരു OTT വാച്ചബിൾ ആയിട്ടുള്ള മൂവി മാത്രമാണ്. സോ ഈ പടം കണ്ടിട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സിൽ അറിയിക്കുക. സോ ഇനി ഇത് കാണാത്തിട്ടുണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ കാണാം. നന്ദി.